മൂന്നാമത്തെ വേൾഡ് വാറിന്റെ പോസിബിലിറ്റീസിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ വന്നൊരു കമന്റ് ആണ് ഇതൊക്കെ ഓവർ തിങ്കിങ് അല്ലേ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ എന്നാ പിടിച്ചോ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു പുതിയ അലയൻസ് തന്നെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. സംഭവം നമുക്ക് ആർക്കും യുദ്ധമൊന്നും വരണ്ടെന്നൊക്കെ തന്നെയാണ്. പക്ഷെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എന്താ ചെയ്യുക? ഇറാൻ വലിയൊരു അറ്റാക്ക് നടത്തിയല്ലോ ഇസ്രയേലിൽ. അപ്പൊ അതിനുശേഷം ഒരു അലയൻസ് ഫോം ചെയ്തത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ റഷ്യ, ചൈന, പിന്നെ നമ്മുടെ കിം അണ്ണന്റെ നോർത്ത് കൊറിയ, ഈ 3 രാജ്യങ്ങളും ഇറാന്റെ സപ്പോർട്ടിന് വേണ്ടി വന്നിട്ടുണ്ട്. വേറെയും കുറെ രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. അവരൊന്നും കാര്യമില്ല. കാരണം എന്താണ്, ന്യൂക്ലിയർ വെപ്പൺസ് ഈ 3 രാജ്യങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ ഈ 4 രാജ്യങ്ങൾ ഒരു സൈഡ്, പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡ് അമേരിക്കയും ഇസ്രയേലും പിന്നെ യൂറോപ്പിലുള്ള കുറച്ച് കൺട്രീസ് ഒക്കെ ആയിട്ട് വേറൊരു സൈഡ്. നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കോ, വേൾഡ് വാർ ഫസ്റ്റും സെക്കൻഡും സമയത്തൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു വലിയൊരു സംഭവം നടക്കും, അതിനുശേഷം 2 ഗ്രൂപ്പുകളായിട്ട് മാറും രാജ്യക്കാര്, പിന്നീട് എസ്കലേറ്റ് ചെയ്ത് വേൾഡ് വാറായി മാറും. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ അമേരിക്കൻ എലക്ഷൻ തീരുമാനിക്കും ഇത് എസ്കലേറ്റ് ആവോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ. നവംബർ